ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിലും ദൈവത്തിൻ്റെ തിരുവചന ധ്യാനത്തിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയോടെ, ആത്മാവിൻ്റെ സഹായത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കൃപയിൽ ആശ്രയിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറിപ്പാർത്ത് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിനായി ജീവിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും സ്നേഹത്തോടും സ്നേഹവായ്പോടും കരുതലോടും കൂടെ നമ്മെ നയിക്കുന്ന നമ്മുടെ മഹാദൈവത്തിന് സകല ആരാധനയും പുകഴ്ചയും മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് തിരുവചനത്തിൽ നിന്ന് വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചാലും ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം പഴയ നിയമത്തിലെ യോവേൽ പ്രവചനത്തിൽ നിന്നാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. ഒന്നുകൂടെ ഞാൻ പ്രധാന ഭാഗം വായിക്കാം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിലേക്ക് ചെല്ലും. ഇസ്രായേലിനെയും യഹൂദയെയും ഈ കൂട്ടരെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ കാലഘട്ടത്തിലെ സകല പ്രവാചകന്മാരും സകല ശുശ്രൂഷകളും സകല അരുളപ്പാടുകളും ഈ ജനതയുടെ അഥവാ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടല്ലോ, യഹൂദയെന്നും ഇസ്രായേലെന്നും. ഈ രണ്ട് കൂട്ടർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാർ, ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ച ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അവരെക്കൊണ്ട് ദൈവമായ കർത്താവ് ഈ ജനത്തെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്രയോ പ്രാവശ്യം അവരെ ബാലശിക്ഷയിലൂടെ കടത്തിവിട്ടു. പിന്നെ അവരെ മടക്കി വരുത്തി. പ്രവാചകന്മാരിലൂടെ ഓരോ കാലഘട്ടത്തിലും അവരോട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവരെക്കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര ശ്രേഷ്ഠവും വലുതുമാണെന്ന് ഒന്നല്ല രണ്ടല്ല ഒട്ടനവധി പ്രാവശ്യം അറിയിച്ചു. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരുവെഴുത്ത് വായിക്കുകയും മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം, ആ മനോഭാവങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ കരുതുന്നു, അവരെക്കുറിച്ച് ദൈവത്തിന് എത്ര വിചാരമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവം മനസ്സിലാക്കാൻ, ആ ദിവ്യ സ്വഭാവം ഗ്രഹിപ്പാൻ ഈ വക ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും, ഇന്ന് വായിച്ച വേദഭാഗം അഥവാ യോവേൽ 3:1 ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ അഥവാ യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളിലും കാലത്തിലും. അപ്പോൾ ഈ ജനം എല്ലാ കാലത്തും ഒരേ സ്ഥിതിയിലല്ല കിടന്നിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നോക്കുമ്പോൾ ജനിച്ചു, വളർന്നു, വർദ്ധിച്ചു, ജീവിച്ചു, മരിച്ചു, ഈ കാലഘട്ടം എല്ലാം ഒരേ സ്ഥിതിയിലല്ല. ഉയർച്ച താഴ്ചകൾ പലവട്ടം അവർ നേരിട്ടിട്ടുണ്ട്. 107-ാം സങ്കീർത്തനം വായിച്ചാൽ അത് കൃത്യമായിട്ട് ആ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരെപ്പോഴൊക്കെ ദൈവത്തോട് അടുത്ത് നിന്നോ അപ്പോഴൊക്കെ അവരെ ദൈവം കുഴിയിൽ നിന്ന് കയറ്റി രോഗങ്ങൾ സൗഖ്യമാക്കി, ഉയർത്തി, മാനിച്ചു, അവരുടെ ശത്രുക്കളെ അവരുടെ മുമ്പിൽ കീഴടക്കി. അങ്ങനെ അവർക്ക് നല്ല ശ്രേഷ്ഠത കൊടുത്തു. അവർ വിതച്ചാൽ നല്ല വിളവ് കൊടുത്തു, അധ്വാനിച്ചാൽ അതിന് കൂലി കൊടുത്തു, അവരുടെ മൃഗസമ്പത്തുകളെ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് അടുത്ത് നിന്നപ്പോൾ ചെയ്തു. എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അവരകന്നോ, ദൈവത്തോട് മറുതലിച്ചോ, ലോകത്തിലേക്ക് അവർ ഇറങ്ങിപ്പോയോ, ആ സമയത്തൊക്കെ വീണ്ടും അവർ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു, കുഴിയിലകപ്പെട്ടു, നിരാശ വന്നു, രോഗം വന്നു, അവർ താണുപോയി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ 107-ാം സങ്കീർത്തനത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കാലത്തും തൻ്റെ ജനം ഒരേ സ്ഥിതിയിൽ കിടക്കണമെന്ന് ശഠിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെയാണെന്ന്. നിങ്ങൾ ഭക്തിയോടും ദൈവകൃപയോടും ദൈവാശ്രയത്തോടും
ദൈവോധനം കേട്ടനുസരിച്ച് ദൈവത്തിൻ്റെ സാക്ഷികളായി. പുതിയ നിയമത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, എവിടെ പോയാലും ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവം ജീവിക്കുന്നു, യേശുക്രിസ്തു ലോകത്തിൽ വന്നിരുന്നു, കർത്താവ് എന്തിനു വന്നു, കർത്താവിൻ്റെ ദൗത്യം എന്തായിരുന്നു, ആ കർത്താവ് വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ മാറ്റം എന്താണ്, ഈ കാര്യം മറ്റുള്ളവരുടെ നടുവിൽ, സമൂഹ മധ്യത്തിൽ, കുടുംബക്കാരുടെ ഇടയിൽ ചെന്ന് പാർക്കുന്നിടത്ത് വെളിപ്പെടുത്തുന്നവരാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെക്കുറിച്ച് ദൈവത്തിന് അസാധാരണമായിരിക്കുന്ന വിചാരമുണ്ടെന്നുള്ള കാര്യം വിശുദ്ധ ബൈബിളിലെ അനേക ഭാഗത്തൂടെ, വിശേഷിയാൽ പുതിയ നിയമത്തിലെ ദൈവിക വചനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവ് ഇവിടെ വന്ന് പറഞ്ഞ അനേക വാക്കുകളിലൂടെ നമ്മളെക്കുറിച്ചുള്ള കരുതലും വിചാരവും ഒക്കെ ദൈവത്തിന് എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്ഥിതി എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുകയില്ല. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് തന്നെ അടർത്തിയെടുക്കട്ടെ. അവിടെ പറയുന്നു, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളും കാലവും വന്നപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കി. ഞാനത് ക്രോഡീകരിച്ചിങ്ങനെ പറയാം. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറുവാൻ ദൈവം കരുതി വച്ചിരിക്കുന്ന കാലവും നാളും എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. എന്നും കരച്ചിലായിരിക്കില്ല, എന്നും കടം മേടിക്കലായിരിക്കില്ല, എന്നും അലഞ്ഞുതിരിയലായിരിക്കുകയില്ല, എന്നും ആരുടെയോ ഔദാര്യത്തിനോ ആരുടെയോ സഹായത്തിലോ കാര്യങ്ങൾ നടത്തുന്നവരായിരിക്കുകയില്ല. നിങ്ങൾക്കിന്ന് ആരുമില്ലെങ്കിലും, നിങ്ങളുടെ പ്രതീക്ഷിച്ച ചിറകുകളൊക്കെ അരിഞ്ഞു പോയെങ്കിലും, നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിലും പേടിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ എല്ലാ കാലവും ഒരേ സ്ഥിതി ആയിരിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 20-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? അത് 25 എങ്ങനായി? 35 എത്തിയപ്പോഴോ 50 ഓർത്ത് നോക്കിയേ. ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഓരോ കാലങ്ങളിലും ദൈവം സ്ഥിതി മാറ്റി തന്നു. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഇനിയും ദൈവം കുറിച്ച് വെച്ചിരിക്കുന്ന നാളും കാലവും ഉണ്ട് ബ്രദറെ, ഉണ്ട് സിസ്റ്ററെ. ഇന്ന് നീ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പോലെ, യെശയ്യാവ് എവിടെ എഴുതിയിരിക്കുന്ന പോലെ, ഒരു ദ്വീപിനകത്ത് ചുറ്റും വെള്ളത്താൽ അക്കരയ്ക്ക് പോകാൻ പറ്റാതെ ദ്വീപിൽ പെട്ടുപോയതുപോലെ നിൽക്കുന്ന ഒരു ആളാണെങ്കിൽ ആ സ്ഥിതിയിൽ എല്ലാ കാലം കടക്കില്ല. ആ ദ്വീപിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിശ്ചയിച്ചൊരു കാലവും ഒരു നാളും ഉണ്ടാവും. അത് അടുത്ത് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മളെ ചില സ്ഥാനത്തേക്ക് ചെല്ലുമാറാക്കും എന്നൊരു വാക്ക് എഴുതിയിരിക്കുന്നത്. ചെന്നു എന്നല്ല, യഹോശാഫാത്ത് താഴ്വരയിലേക്ക് അവരെ ചെല്ലുമാറാക്കി എന്നെഴുതിയിരിക്കുന്നത്. ചെന്നതല്ല, അതിൻ്റെ അവസരങ്ങൾ, അതിൻ്റെ മുഖാന്തരം, അതിന് ചില വ്യവസ്ഥകൾ, ചില കാര്യങ്ങൾ ദൈവാട്ടങ്ങ് ഉണ്ടാക്കും. അപ്പം നമ്മളിവിടെ ചെല്ലേണ്ട സ്ഥിതി വരും. അതാ ചെല്ലുമാറാക്കും എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കാര്യങ്ങൾ മാറി വരുമ്പോൾ, സ്വർഗം നിങ്ങളുടെ സ്ഥിതി മാറ്റേണ്ട സമയമാകുമ്പോൾ, എൻ്റെ കർത്താവും നിങ്ങൾ വിചാരിക്കാതെ, ഇവിടെ യഹോശാഫാത്ത് താഴ്വര എന്ന് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇന്ന് ചിലത് കൂട്ടിപ്പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനക്കാരുടെ അടുക്കിലേക്ക് ദൈവം ചെല്ലുമാറാക്കും. നിങ്ങളെ ദൈവമായ കർത്താവ് ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ അടുക്കിലേക്ക് ചെല്ലുമാറാക്കും. ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ ആലോചനക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമാറാക്കും. ചിലപ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങൾ പാർത്തിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കൊച്ചു ജോലിയോടുള്ള ബന്ധത്തിൽ മറ്റൊരു പട്ടണത്തിലേക്ക് ചെല്ലുമാറാക്കും. സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആരിലൂടെയെങ്കിലും നിങ്ങളെ ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്ന, ദൈവത്തിൻ്റെ വഴി ഒരുങ്ങുന്ന ആ സ്ഥാനത്തേക്ക് ആരെങ്കിലുമായിട്ട് കൂട്ടിമുട്ടാൻ, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ആളുകൾ, പ്രാർത്ഥനക്കൂട്ടങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ദൈവം കണ്ടുവച്ചിരിക്കുന്ന, മനുഷ്യൻ്റെ സ്ഥിതി മാറ്റാൻ ഒരുക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അവിടേക്ക് ദൈവം ചെല്ലുമാറാക്കും. നമുക്ക് മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കാം. ജീവിതത്തിൻ്റെ സ്ഥിതി മാറുമ്പോൾ ഞാൻ 4 കാര്യങ്ങളെങ്കിലും ഇതിനകത്തുനിന്ന് പറയാം. 1, എല്ലാ കാലത്തും മനുഷ്യൻ്റെ സ്ഥിതി ഒരുപോലെ ആയിരിക്കില്ല. 2, സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. 3, സ്ഥിതി മാറ്റുവാൻ ദൈവം തമ്പുരാൻ കരുതി വച്ചിരിക്കുന്ന ഒരു കാലവും ഒരു നാളുമുണ്ട്. 4,
സ്ഥിതി മാറ്റുവാൻ ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 5, സ്ഥിതി മാറ്റേണ്ട സമയമാകുമ്പോഴേക്കും ആ സ്ഥലത്തേക്ക് നീ പോലും അറിയാതെ, നിൻ്റെ ഒരു വണ്ടിക്കൂലി പോലും ഇല്ലെങ്കിലും ആരുടെയെങ്കിലും വണ്ടി കയറ്റിയാണെങ്കിലും നിന്നെ അവിടെ ചെല്ലുമാറാക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്വർഗം അത് ചെയ്യട്ടെ എന്ന് നമുക്ക് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ആ സ്ഥാനത്തേക്ക് ചെല്ലുമാറാക്കട്ടെ. കടം തീരാൻ, മാന്യത വരാൻ, ശുശ്രൂഷ വെളിപ്പെടാൻ, ഉയരാൻ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ അവിടേക്ക് ചെല്ലുമാറാക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി ഈ രാവിലെയും വചനത്തിലേക്ക് നോക്കിയപ്പോൾ അങ്ങയുടെ അപാര പ്രവൃത്തികളെ കണ്ടു. അങ്ങ് സ്നേഹിക്കുന്ന ജനത്തിന് വേണ്ടി അങ്ങ് ഒരുക്കുന്ന വഴികൾ, അവരുടെ സ്ഥിതി മാറാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന നാളും നാഴികയും, അതിലപ്പുറം അതിനു വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം, അവിടേക്ക് എത്തിക്കുന്ന മാർഗം, ഇതെല്ലാം ഞങ്ങൾ കണ്ടു കർത്താവേ. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എത്തേണ്ടിടത്ത് എത്തിച്ച് സ്ഥിതി മാറ്റി ചെല്ലേണ്ടിടത്ത് ചെല്ലുമാറാക്കി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.